സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശം പകർന്ന ക്രിസ്മസ് ആഘോഷം തലസ്ഥാനത്തെ എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും തിരുപ്പിറവി ശുശ്രൂഷകൾ നടന്നു. രാവിലെ തിരുപ്പിറവി ദിവ്യബലി തുടരുകയാണ്. പാളയം പള്ളിയിൽ നിന്നും രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. പാളയം പള്ളിയിലാണ് രജിത്ത് ഉള്ളത്. നാടും നഗരവും ക്രിസ്മസ് ആഘോഷത്തിലാക്കണ വിശ്വാസികളുടെ ഒരു തിരക്കുണ്ടോ? ഈ പ്രാർത്ഥനകളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? അശ്വതി, തലസ്ഥാനത്തെ എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും ആഘോഷ പരിപാടികളും പ്രാർത്ഥനകളും തുടരുകയാണ് എന്നതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാളയം പള്ളിയിലാണ്. പാളയം കത്തീഡ്രലിലും പ്രാർത്ഥനകൾ രാവിലെ മുതൽ തന്നെ ഇന്നലെ പുലർച്ചെ തന്നെ തിരുപ്പിറവി ആഘോഷ നടന്നിരുന്നു. ഒപ്പം തന്നെയാണ് ഇന്ന് രാവിലെ ഇപ്പോൾ തിരുപ്പിറവി ആഘോഷത്തിന്റെ ഭാഗമായുള്ള ദിവ്യബലി തുടർന്നുകൊണ്ടിരിക്കുന്നത്. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ഇന്നലെ നടന്ന തിരുപ്പിറവി ചടങ്ങുകൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയാണ് നേതൃത്വം നൽകിയത്. ഇന്നിപ്പോൾ രാവിലെ പള്ളി വികാരിയുടെ നേതൃത്വത്തിലാണ് ദിവ്യബലി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് തിരുപ്പിറവി ദിവ്യബലി, തിരുപ്പിറവിയുടെ ഭാഗമായി തന്നെ നടക്കുന്ന ദിവ്യബലിയാണ്. നിരവധി ക്രൈസ്തവ വിശ്വാസികളാണ് ഈ പ്രാർത്ഥനയിൽ അടക്കം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷമാണ് ക്രിസ്മസ് ആഘോഷ പരിപാടിയിലേക്ക് കടക്കുക. രാത്രിയിൽ പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലീമീസ് കത്തോലിക്ക ബാവയാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. എല്ലാ പള്ളികളിലും നടന്ന തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് ശേഷം നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ പ്രധാന മത മേലധ്യക്ഷന്മാർ എല്ലാവരും തന്നെ ഈ വിശ്വാസത്തെ തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അവർക്കെതിരെ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് എല്ലാവരും തന്നെ പ്രസംഗിച്ചത്. ഏറ്റവും പ്രധാനമായും മതഭ്രാന്ത് എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് മാറാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട് എന്ന കാര്യമാണ് ഓരോരുത്തരും എടുത്തു പറഞ്ഞത്. അതിൽ കത്തോലിക്ക ബാബ തന്നെ ആ സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത് അവർക്ക് വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന കാര്യമാണ് അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ഒപ്പം തന്നെ തോമസ് ജെ നെറ്റോ വ്യക്തമാക്കിയത് ക്രൈസ്തവ വിശ്വാസികൾക്കെതിരായുള്ള ആക്രമണം കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. സമാധാനം ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. എന്നും ക്രൈസ്തവ ഹൃദയങ്ങളിൽ അത്തരത്തിലുള്ള ഒരു സമാധാന ചിന്തകളോടെ മുന്നോട്ട് പോകുന്നവരാണ്. അതിനായുള്ള പ്രാർത്ഥനകൾ നമുക്ക് നടത്താം എന്ന ഒരു ആശംസയാണ് അദ്ദേഹം ക്രിസ്മസ് തിരുപ്പിറവിയോട് അനുബന്ധിച്ചുകൊണ്ട് നടത്തിയത്. അത്തരത്തിൽ ഇന്നലെ നടന്ന തിരുപ്പിറവി ആഘോഷ പരിപാടികൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ മതമേലധ്യക്ഷന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നിപ്പോൾ അതിന്റെ ഭാഗമായി അതിനുശേഷം തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് ശേഷം ക്രിസ്മസ് ആഘോഷത്തിലേക്ക് കടക്കുമ്പോൾ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ദിവ്യബലി അടക്കമുള്ള ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.